നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പ്. ഇതൊരു സ്കാം അലർട്ടാണ്. പകുതി പൈസക്ക് വീട് വെച്ചിരും 50 ഗഡുക്കളായിട്ട് നിങ്ങൾ തിരിച്ചടച്ചാൽ മതി. ആ ഗഡുക്കൾ അടയ്ക്കുന്നതിന് 1 രൂപ പോലും നിങ്ങൾ പലിശ കൊടുക്കണ്ട. ഇത് പെട്ടെന്ന് അടച്ചു തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ സബ്സിഡിയും തരും. അത് നിങ്ങളുടെ ജീവിതം തന്നെ വഴിമുട്ടിക്കും. നിങ്ങളുടെ ബ്ലാങ്ക് ചെക്ക് നിങ്ങൾക്ക് വൻ പണി തരും. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സ്കാമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമസ്കാരം. ആട്, മാഞ്ചിയം, എണ്ണപ്പന, സ്വർണ്ണപ്പന, ടോട്ടൽ ഫോർ യു ചിട്ടി തട്ടിപ്പ്, ഹിമാലയ ചിട്ടി തട്ടിപ്പ്, എത്രയോ തട്ടിപ്പുകൾ നമ്മളെ മലയാളികൾ കണ്ടു. എന്നിട്ടും പുതിയൊരു തട്ടിപ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കൈകൊടുക്കുന്ന ആരാണ്? നമ്മൾ മലയാളികൾ തന്നെയാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അത്രയും വലിയ ഒരു തട്ടിപ്പിനെ കുറിച്ചാണ്, ഒരു സ്കാമിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പ്, അതായത് ഏറ്റവും വലിയ സ്കാമിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാനാ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്നത്തെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ വീടൊരുക്കത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതൊരു സ്കാം അലർട്ടാണ്. സ്കാം അലർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കമ്പനിയുടെ പേരെടുത്ത് പറയാൻ സാധിക്കത്തില്ല. പേരെടുത്ത് പറഞ്ഞാലുള്ള നിയമവശങ്ങളൊക്കെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഏത് ജനത്തിനും കാണുന്ന എല്ലാവർക്കും അറിയാൻ സാധിക്കും. പക്ഷേ ഇവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത്. അതാണ് പറഞ്ഞൊരു സ്കാം അലർട്ട്. ഇവർ നിങ്ങളെ സമീപിച്ചാൽ ഇന്ന സംഗതിയാണ് ഇവരുടെ കയ്യിലുള്ളത്, ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതോടെ നിങ്ങൾക്ക് ഇന്ന് പിന്മാറാൻ സാധിക്കും. അതുകൊണ്ട് ആ കണ്ടന്റ് മാത്രമേ ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഒരു സാധാരണക്കാരൻ വീട് വയ്ക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ കയ്യിൽ മുഴുവൻ കാശുണ്ടായിട്ട് ആരെങ്കിലും വീട് വയ്ക്കുന്നവരുണ്ടോ? ഒരു 90% ആൾക്കാർ ലോൺ എടുത്ത് തന്നെയാണ് വീട് വയ്ക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വലിയൊരു ആശ്വാസമാണ് എന്ത്? ഈ ലോണിൽ പലിശ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടന്റ് ഇത്രേ ഉള്ളൂ. നമ്മൾക്ക് ഒരു സാധാരണക്കാരൻ, ഒരാൾക്ക് ഇവർ വീട് വെച്ച് തരും. പകുതി പൈസയ്ക്ക് വീട് വെച്ച് തരും. വെറുതെ അല്ല, പകുതി പൈസയ്ക്കാണ് വീട് വെച്ച് തരിക. അതായത് 30 ലക്ഷം രൂപയാണ്, 15 ലക്ഷം രൂപ അവർക്ക് കൊടുത്താൽ മതി, അവരതിന് വീട് വെച്ച് തരും. അപ്പോൾ ബാക്കി ഒരു 15 ലക്ഷം രൂപയുണ്ട്. ബാക്കി പകുതി പൈസ എന്ത് ചെയ്യണം? അത് 50 മാസമായിട്ട് 50 ഗഡുക്കളായിട്ട് നിങ്ങൾ തിരിച്ചടച്ചാൽ മതി. ആ ഗഡുക്കൾ അടയ്ക്കുന്നതിന് 1 രൂപ പോലും നിങ്ങൾ പലിശ കൊടുക്കണ്ട. അതായത് പകുതി പൈസയ്ക്ക് 1 രൂപ പോലും പലിശ ഇല്ലാതെ നിങ്ങൾക്ക് അവർ വീട് വെച്ച് തരുന്നു. ബാക്കി പകുതി പൈസ ബാക്കി വരുന്ന 50 മാസങ്ങളുള്ള ആ ഒരു ഗഡുക്കളായിട്ട് 50 മാസങ്ങളിൽ ഈ ബാക്കി 15 ലക്ഷം എത്രയോ ആയിക്കോട്ടെ അത് ഡിവൈഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഗഡുക്കൾ മാത്രം അടച്ചാൽ മതി. പലിശ 1 രൂപ പോലും കൊടുക്കണ്ട. ഇത് പെട്ടെന്ന് അടച്ചു തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ സബ്സിഡിയും തരും. എങ്ങനെയുണ്ട് കേട്ടിട്ട്? ഒരു സാധാരണക്കാരെ സംബന്ധിച്ചുള്ള അടിച്ച ലോട്ടറി അല്ലേ? കാരണം നമ്മളൊരു ബാങ്കിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബാങ്കുകൾ മിക്കവാറും ആൾക്കാർ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലോണുകളെല്ലാം കിട്ടും. ഇനി അല്ലാത്തൊരു കേസ് വന്നു കഴിഞ്ഞാൽ ലോൺ കിട്ടാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഇതിനകത്ത് ചെന്നുപെടുക. ഇതിനകത്ത് പെടുന്നത് ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളോ അല്ലെങ്കിൽ തീരെ താഴെയുള്ള ലോവർ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളോ അല്ല, മിഡിൽ ക്ലാസ്സിൽപ്പെട്ടവരാണ് ഇതിനകത്ത് ഇന്ന് പെടാൻ പോകുന്നത്. അതിൻ്റെ റീസണോടെ പറയാം. അതായത് ലോണിൽ നമ്മൾ ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഫോം നമുക്ക് ലോൺ തരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇരട്ടി പൈസയാണ് അവർ തിരിച്ചു മേടിക്കുന്നത്. അതായത് 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 20 വർഷം കൊണ്ടാണ് തിരിച്ചെടുക്കേണ്ടി വരിക. 20 അല്ലെങ്കിൽ 30 വർഷം വരെ നമുക്ക് കിട്ടും. അത് ടോപ്പപ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെ 30 വർഷം കൊണ്ട് നമ്മൾ അടയ്ക്കുന്നത് 15 ലക്ഷം രൂപയാണെങ്കിൽ അതിന് 30 ലക്ഷം രൂപ അടയ്ക്കണം. അതായത് അതുപോലെ പലിശ കയറുന്ന സ്ഥലമാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ നമുക്ക് പലിശ ഇല്ലാതെ വെച്ച് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിച്ച ലോട്ടറി അല്ലേ, നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് അല്ലേ വരിക. നമുക്ക് അത്രയും വലിയ ബൾക്കായിട്ടുള്ള ലോഡ് കുറയുകയാണ് ചെയ്യുന്നത്. ആ ലോഡ് ഇല്ലാതാവുന്നത് നമ്മൾ അന്നേരം തന്നെ ചിന്തിക്കുന്നത് എങ്ങനെയായാലും അത് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പലിശ ഇല്ലാതെ 50 മാസം കൊണ്ട് ഈ പണം അടച്ച് തീർത്താൽ മതി. നമ്മുടെ പേരിലൊരു വീടാകും. കടം കൂടുതലൊന്നും മേടിക്കാതെ അല്ലെ കൂടുതൽ ബാധ്യതയിലോട്ടൊന്നും പോകാൻ നമുക്ക് തീർക്കാം എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ഒരു സാധാരണക്കാരൻ അവൻ്റെ കയ്യിൽ അവനൊരു 15 ലക്ഷം രൂപയുടെ വീടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് 7.5 ലക്ഷം രൂപ അവിടെ കൊണ്ട് കൊടുക്കുന്നു. ബാക്കി 7.5 ലക്ഷം രൂപ 50 മാസം കൊണ്ട് അടച്ചു തീർക്കുന്നു. ഇതിന് യാതൊരു ഡോക്യുമെൻ്റ് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആൾക്കാർ ഇതിനകത്തോട്ട് വീഴാനായിട്ടുണ്ടാകുന്ന ഒരു പ്രധാന സാഹചര്യം, ഇതിന് രേഖകളൊന്നും വേണ്ട. മെയിൻ ഡോക്യുമെൻ്റ്, ഒറിജിനൽ ഡോക്യുമെൻ്റ് ഒന്നും വേണ്ട. നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ആധാരത്തിൻ്റെ കോപ്പി കൊടുക്കണം, പാൻ കാർഡിൻ്റെ കോപ്പി കൊടുക്കണം, ആധാർ കാർഡിൻ്റെ കോപ്പി കൊടുക്കണം. ഇത് 3 കൊടുത്താൽ മതി. പ്ലസ് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം നിങ്ങൾ കൊടുക്കേണ്ടി വരും. എന്താണെന്നറിയോ? അത് നിങ്ങളുടെ ജീവിതം തന്നെ വഴിമുട്ടിക്കും. നിങ്ങളുടെ ബ്ലാങ്ക് ചെക്ക്. നമ്മൾ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ, ബാങ്കുകളിൽ മാത്രം നമ്മൾ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷന് മാത്രം ഉപയോഗിക്കേണ്ട സാധനമാണ് ചെക്കുകൾ. ഇപ്പോൾ എനിക്ക് എൻ്റെ വൈഫിന് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ക്യാമറ ചെയ്യുന്ന അക്ഷയ്ക്ക് എനിക്കൊരു കുറച്ച് പണം കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ബാങ്കിൽ പോകാതെ എനിക്ക് ഇവിടുന്ന് ചെക്ക് ഒപ്പിട്ട് വിടാം. ട്രാൻസ്ഫർ ഞാൻ ചെയ്യുന്നില്ല എന്ന് കരുതുക, എൻ്റെ ചെക്ക് കൊടുക്കാം. പുള്ളിക്ക് ആ ചെക്ക് മാറി ആ പണം എടുക്കാൻ പറ്റും. പക്ഷേ
ബ്ലാങ്ക് ചെക്ക് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈടായിട്ട് കൊടുക്കാൻ പാടില്ല. ഒരു സാധാരണ ഒരാളിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലേക്കോ, ധനമിടപാടിനില്ലാത്ത ഒരു പ്രസ്ഥാനത്തിലേക്കോ നമുക്ക് ബ്ലാങ്ക് ചെക്ക് ഒരിക്കലും നമ്മൾ കൊടുക്കാൻ പാടില്ല. അവിടെയാണ് ഇതിനകത്ത് പ്രോബ്ലം വരുന്നത്. അതെന്താണ് എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഒരു വീട് വെക്കുമ്പോഴത്തേക്ക് ആദ്യം തന്നെ പ്ലാൻ എടുക്കുന്നു. പ്ലാൻ കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ എഗ്രിമെൻറ്റ് വെക്കുക ചെയ്യുന്നത്. എഗ്രിമെൻറ്റ് വെക്കുന്നവരുണ്ട്, എഗ്രിമെൻറ്റ് വെക്കാതെ ഡയറക്റ്റ് കൊട്ടേഷനിലോട്ട് പോകുന്നവരുണ്ട്. ഞാൻ പറയും എഗ്രിമെൻറ്റ് വെക്കണം. എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ 200 രൂപയുടെ മുദ്രപത്രത്തിലാണ് എഗ്രിമെൻറ്റ് വെക്കുക. ഞങ്ങൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾ ഇത്ര മാസത്തേക്കാണ് വർക്ക് എടുക്കുന്നത്, ആ വർക്കിനകത്ത് ഇന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നതെന്ന് എഗ്രിമെൻറ്റിലുണ്ടാകും. ഇനി രണ്ടാമത് പോകുന്ന കൊട്ടേഷനിലായിട്ടാണ്. കൊട്ടേഷനിലോട്ട് പോകുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര മാസം നിങ്ങൾ വർക്ക് എടുക്കുന്നുണ്ടാകും. അതിന് പ്രകാരം ഈ കമ്പനി ചെയ്യുന്നത് ഞങ്ങൾ 10 മാസം കൊണ്ട് വർക്ക് തീർക്കും എന്നാണ് കസ്റ്റമർ കൊടുക്കുന്ന വാക്കാലുള്ള അല്ല, നമ്മുടെ കൃത്യമായിട്ട് എഗ്രിമെൻറ്റിൽ എഴുതി വിടുന്നത് 10 മാസത്തിന് ഞങ്ങൾ വർക്ക് തീർക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കട്ട ഏതാണെന്ന് അതിനകത്തുണ്ടാവും. ഇപ്പോൾ 8 ഇഞ്ച് കട്ട ഔട്ടർ വോളിന് ഉപയോഗിക്കുന്നുണ്ടാവും. 2 നിലയുണ്ടെന്നുണ്ടെങ്കിൽ 8 ഇഞ്ച് കട്ട ഔട്ടർ വോളും ഇന്നർ വോളിലുള്ള 6 ഇഞ്ച് കട്ടയും അപ്സ്റ്റെയറിനും 6 ഇഞ്ച് ഉപയോഗിക്കുന്നവരുണ്ടാവും. ഉപയോഗിക്കുന്ന കമ്പി അത് JSW ആണോ വൈശാഖയാണോ ടാറ്റയാണോ എന്നുള്ളതുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ അതുണ്ടാവും. ഉപയോഗിക്കുന്ന സിമൻറ്റ് ഏതാണെന്നുണ്ടാവും. അതുപോലെ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടാവും, ടൈലാണ് ഉപയോഗിക്കുന്നത്, എത്ര രൂപയുടെ ടൈൽ ഉപയോഗിക്കുന്നുണ്ടാവും, അത് ഏത് ക്വാളിറ്റി ആണെന്നുള്ളതുണ്ടാവും. ഇതൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ടാവും. ഇനി ഒരു മണ്ണ് ഫില്ല് ചെയ്യേണ്ടത്, നമ്മുടെ തറ കെട്ടിയിട്ട് അതിനുള്ളിൽ മണ്ണ് ഫില്ല് ചെയ്യേണ്ടത് അവരാണെന്നുണ്ടെങ്കിൽ അതുവരെ ഉണ്ടാവും. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഇവരും തരും. പക്ഷേ ഇതിന് ശേഷം അവർ 1% പോലും വർക്കിൽ ക്വാളിറ്റി കാണിക്കില്ല. 1% പോലും വർക്കിൽ ക്വാളിറ്റി അവർ കാണിക്കില്ല. ഇതിൽ ഇവരിൽ നിന്ന് പറ്റിക്കപ്പെട്ട ആൾക്കാരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ചുമ്മാതല്ല, നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് അവരെ നേരിട്ട് വിളിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. കാര്യം ഇത് ഇന്നും ഒന്നിനും തുടങ്ങിയ കളിയല്ല. ഇത് വളരെ കാലമായിട്ട് തുടങ്ങി. എന്നിട്ട് തുടങ്ങിയ ആ പേര് ചീത്തപ്പേരായപ്പോഴത്തേക്ക് ആ പേര് മാറ്റി പുതിയ കമ്പനിയായിട്ട് തുടങ്ങി. ആ പുതിയ പേരിൽ വന്നപ്പോഴത്തേക്കാണ് ഇവർ ഇത്രയും വലിയ ഡെക്കറേഷൻസ് ഉണ്ടാക്കിയത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് പകുതി പൈസയ്ക്ക് വീട് വെച്ച് തരും. അതിൽ 50 മാസമായിട്ട് 50 മാസം കൊണ്ട് നിങ്ങൾ ബാക്കി തുക ഗഡുക്കളായിട്ട് അടച്ചാൽ മതി. അതിന് നിങ്ങൾ പലിശ കൊടുക്കേണ്ട. കൂടാത്തതിന് നിങ്ങൾ പെട്ടെന്ന് അടച്ചു തീർത്താൽ ഇവർ നിങ്ങൾക്ക് സബ്സിഡിയും തരും. നല്ല ചേലുള്ള എത്ര മനോഹരമായ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ അവർ കൊട്ടേഷൻ വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകൾ ഒന്നും തന്നെ ഇവരുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഇവർ വർക്ക് ഡിലേ ചെയ്യുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇവർ വർക്ക് ഡിലേ ചെയ്യും. വർക്ക് ഡിലേ ചെയ്യുമ്പോഴത്തേക്കും കസ്റ്റമർ ഓൾറെഡി കംപ്ലയിൻറ്റ് ചെയ്യും അല്ലേ. കസ്റ്റമർ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ ഇവർ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങൾ പറയുകയാണ്. ഇതിനകത്ത് ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടിയില്ല, ഞങ്ങൾക്കതിന് ആളെ കിട്ടിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിന് ഇത്ര ഡിലേ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവരതിനെ ഡിലേ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് പണം കൊടുക്കാനുണ്ടെന്ന് നമ്മൾ പണം കൊടുത്തു, നമ്മൾ ഓൾറെഡി പൈസ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ ഇതിന് കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീണ്ടും ഇത് ഡിലേക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. ദെൻ ഇവരുടെ പർച്ചേസ് ഒരിക്കലും സെൻട്രൽ പർച്ചേസ് അല്ല. ഇപ്പോൾ കോട്ടയത്തിരിക്കുന്ന ഞാനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എൻ്റെ തൊട്ടടുത്തുള്ള കടകളിൽ നിന്നാണ് ഇവർ മേടിക്കുന്നത്. ഇതിനകത്തൊരു കസ്റ്റമർക്കുണ്ടായ ഒരു സാഹചര്യമാണ് ഞാൻ പറയുന്നത്, അവരുടെ അനുഭവമാണ് പറയുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നു. ദെൻ സാധനങ്ങളെല്ലാം ലോക്കലായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ലോക്കൽ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ഇവർ ആ ഒരു പറ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയും. അതായത് ക്രെഡിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ കസ്റ്റമറുടെ പേരിലാണ്. ആ കടയിൽ ഈ കസ്റ്റമറുടെ പേരിലാണ് ക്രെഡിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നീട് ഈ കടക്കാരന് ഇവർ പൈസ കൊടുക്കാതായി. ഈ കടക്കാരന് ഇവർ മേടിച്ച പ്രൊഡക്റ്റിൻ്റെ പൈസ കൊടുക്കുന്നില്ല. ശരിക്കും പൈസ കൊടുക്കേണ്ടത് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. കാര്യം കൺസ്ട്രക്ഷൻ കമ്പനിക്ക് നമ്മൾ ആദ്യം ഫുൾ കോൺട്രാക്റ്റാണ് കൊടുത്തിരിക്കുന്നത്, നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞു. പക്ഷേ അവസാനം ഇവർ ഈ പൈസ കൊടുക്കാതെ മുങ്ങുകയും കസ്റ്റമർ ഈ മേടിച്ച സാധനങ്ങളുടെ ഒക്കെ പൈസ കൊടുക്കുകയും ചെയ്യേണ്ട അവസ്ഥയാണ് മറ്റൊരു പരിതാപകരമായ കാര്യം. അവർ എന്താ പറയുന്നത്, ലോക്കൽ പർച്ചേസ്, ബോധപൂർവം ലോക്കൽ പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ മുഴുവൻ പ്രോബ്ലംസ്, അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഈ പറയുന്ന കസ്റ്റമർ തലയിൽ കൊണ്ടിടുന്നു. കസ്റ്റമർ അതിന് പൈസ കൊടുക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ കസ്റ്റമർക്ക് അതൊട്ട് കിട്ടിയുമില്ല. കിട്ടാത്ത സാധനത്തിന് കസ്റ്റമർ പൈസയും കൊടുക്കുന്നു. ഇതാണ് രണ്ടാമത്തെ സംഗതി. മൂന്നാമത്താണ് ഏറ്റവും പരിതാപകരമായ കാര്യം. ഞാനിതിനകത്ത് എങ്ങനെ എൻ്റർ ആവുന്നു എന്ന് ചോദിച്ചാൽ, ഒരു കസ്റ്റമർ, അദ്ദേഹത്തിൻ്റെ പേര് തോമസ് എന്നാണെന്ന് വിചാരിക്കുക. ഈ പേര് സാങ്കല്പികമാണ് കേട്ടോ. കാര്യം അദ്ദേഹത്തിൻ്റെ പേര്, അവരുടെ രണ്ടുപേരുടെയും പേര് പറയാനായിട്ട് എനിക്ക് അനുവാദമില്ല, അതുകൊണ്ടാണ്. തോമസ് എന്ന് പറയുന്ന ചേട്ടനും അതുപോലെ ഒരു എന്താ പറയുക മേരി എന്ന് പറയുന്നൊരു ചേച്ചിയും, ഇവർ രണ്ടുപേരും കോട്ടയംകാർ തന്നെയാണ്. അവരുടെ വീട് ഈ കമ്പനി ചെയ്ത് കഴിഞ്ഞപ്പോൾ ചോർന്നൊലിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് നമ്മുടെ ഡാം ഷുവറിൻ്റെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വീഡിയോ കാണുകയും അങ്ങനെ എന്നെ വിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു. എൻ്റെ അടുത്ത് ഈ വിവരങ്ങളൊക്കെ പറയുന്നു, ഒന്ന് കൺസൾട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ഞാനവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഇവർ മെയിൻ സ്ലാബ് വാർത്തിരിക്കുന്ന തിക്നെസ് പോലും സ്റ്റാൻഡേർഡ് തിക്നെസ് അല്ല എന്നുള്ളതാണ്. അങ്ങനെ സ്റ്റാൻഡേർഡ് തിക്നെസ് അല്ല, ഇവർ ചെയ്ത വർക്കിൻ്റെ ഒക്കെ ക്വാളിറ്റി എന്താവുമെന്ന് വെറുതെ ചിന്തിച്ച് നോക്കും. ഉപയോഗിച്ചിരിക്കുന്ന കമ്പി എത്ര ഇഞ്ചിൻ്റെ കമ്പിയാണെന്ന് ആർക്കറിയാം, ഏത് കമ്പിയാണെന്ന് ആർക്കറിയാം, അതൊന്നും നമുക്കറിയില്ല. കട്ട കറക്റ്റാണ്, കട്ട ഉപയോഗിച്ചിരിക്കുന്നത് കറക്റ്റാണ്.
സിമെൻറ്റ് കട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ചോർന്നൊലിക്കാന്ന് പറഞ്ഞാൽ ഡാംനെസ് അല്ല ഞാൻ പറയുന്നത്, ഇതിൻ്റെ വെള്ളം മഴ പെയ്ത സമയത്ത് അവരുടെ വീട് നിൽക്കുന്നുണ്ട്, ആ സമയത്ത് മൂലയിൽ നിന്ന് വെള്ളം അകത്തോട്ട് ഇറങ്ങുന്ന രീതിയിലുള്ള ആ ഒരു എന്താ പറയുക കറക്റ്റായിട്ട് ചോരുന്ന രീതിയിലോട്ട് വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഇതിനകത്ത് ഇടപെടുന്നത്. അന്നേരമാണ് ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ ഉള്ള സാഹചര്യമുണ്ട്. അവരുടെയൊക്കെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ ഇവർ വർക്ക് നിർത്തുന്നു. ഇങ്ങനെ ചോർച്ച വന്നു. അപ്പോൾ ഇവർ പറയുന്നു ഞങ്ങൾക്ക് സന്തോഷമായി, നിങ്ങളുടെ വർക്കിന് ഞങ്ങൾക്ക് വേണ്ട, ദയവ് നിങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് വർക്ക് നിർത്തുന്നു. ഇനിയാണ് ഇവരുടെ ചതി തുടങ്ങുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ 2 ചെക്ക് മേടിക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ ചേച്ചിക്കും ചേട്ടനും ഇവർ 10 മാസമായിരുന്നു എഗ്രിമെൻറ്റിൽ പറഞ്ഞിരുന്നത്. 10 മാസം കൊണ്ട് തീർത്ത് തരാമെന്ന് പറഞ്ഞത്. 10 മാസം അല്ല 8 മാസം കഴിഞ്ഞിട്ടും മെയിൻ വാർക്ക് വരെ ആയിട്ടുള്ളൂ. അതായത് ഒരു സാധാരണഗതിയിൽ ഒരു വീട് തീരേണ്ട സമയത്ത് ഇവർ മെയിൻ വാർക്ക് വരെ ആയിട്ടുള്ളൂ. ആ മെയിൻ വാർക്ക് ചോർന്നൊലിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. അടുത്ത മാസം തൊട്ട് തന്നെ വർക്ക് നിർത്തി. അപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടെ വേറെ അടുത്തുള്ളൊരു ആൾക്കാരെ കൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യിച്ച് പൂർത്തിയാക്കി. എൻ്റെ സ്വന്തം സ്ഥലമായ കല്ലറയിൽ നിന്ന് പോയിട്ടുള്ള കുട്ടായി എന്നൊക്കെ പറയുന്നൊരു ആളുണ്ട് എനിക്കറിയുന്നത്. അവരായിരുന്നു പോയി ആ വർക്ക് തീർത്തത്. ആ വർക്ക് തീർത്ത് ഇവർ കയറി താമസം കഴിഞ്ഞപ്പോൾ അടുത്ത മാസം ഇവർക്കെതിരെ ചെക്ക് കേസ് കൊടുത്തു ആ കമ്പനി. കാര്യം 2 ബ്ലാങ്ക് ചെക്ക് കമ്പനിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് അവർ പറഞ്ഞത്. ആ കമ്പനി ഇനിയും ഈ 15 ലക്ഷം രൂപ കൊടുത്ത ഈ ദമ്പതിമാർക്ക് അങ്ങോട്ട് 4 ലക്ഷം രൂപ കൊടുക്കണം. കാര്യം ഇവരാകെ വർക്ക് ചെയ്തിരിക്കുന്നത് കണക്കെടുത്തപ്പോൾ 9 ലക്ഷം രൂപയുടെ വർക്കേ ചെയ്തിട്ടുള്ളൂ. എങ്കിലും പോട്ടെ, 9 ലക്ഷം കഴിഞ്ഞ് ഇവരുടെ ലാഭോടെ കണക്കാക്കി. ആ ലാഭോടെ കൂട്ടി കഴിഞ്ഞൊരു 11 ലക്ഷം രൂപ എന്ന് കണക്കാക്കിയാൽ ബാക്കി 4 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണം. അതിന് പകരം ഇവരെന്ത് ചെയ്തു? ഇവർ കൊടുത്ത ചെക്ക് ഇവർ ബൗൺസ് ചെയ്യിച്ചു. ചെക്ക് ഇവർ ഇട്ടു, അക്കൗണ്ടിൽ അവർ പൈസ ഇട്ടില്ല, അതുകൊണ്ട് തന്നെ ചെക്ക് ബൗൺസായി. ഇത് ഒരാളുടെ കാര്യമല്ല, പല ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, ഇതിൽ ബാക്കി ഒന്നും നമുക്ക് വളരെ ഒരു ഡോക്യുമെൻ്റ് പോലും നമുക്ക് മേടിക്കാതെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സംശയം ഉണ്ടാകത്തില്ല. പക്ഷേ ചെക്കിൽ ഇതിൽ പെട്ട ആൾക്കാർ ഒന്നും രണ്ടൊന്നുമല്ല, 40-ലധികം ആൾക്കാരാണ്. എൻ്റെ കണക്കിൻ പ്രകാരം, ഞാൻ എണ്ണിയ കണക്കിന് പറയാം, ഞാൻ എണ്ണാത്ത കണക്കുകൾ ലക്ഷക്കണക്കിനുണ്ടാവും, എനിക്കറിയില്ല. ഞാനൊരു മനുഷ്യനായതുകൊണ്ട് എനിക്ക് എത്തപ്പെടാൻ പറ്റുന്നിടത്തും ആൾക്കാർ ചോദിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ മാത്രം എടുത്ത് പറഞ്ഞ ഒരു റേഞ്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എല്ലാവരുടെയും ചെക്ക് ഇട്ട് ആ ചെക്ക് പൊട്ടിച്ച് അവർക്കെതിരെ ചെക്ക് കേസ് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? നോർമലി കൗണ്ടർ പെറ്റീഷൻ ചെയ്യും. അങ്ങനെ നമ്മുടെ മേരി ചേച്ചിയും അതുപോലെ തോമസ് ചേട്ടനോട് കൗണ്ടർ പെറ്റീഷൻ ചെയ്തു. അവസാനം നമ്മുടെ ഇവിടുന്ന് വൈക്കത്ത് ഉള്ള കോടതിയിൽ നിന്ന് ഇവർക്ക് ഇത് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇവരെന്ത് ചെയ്തു? ഇവർ മേൽക്കോടതിയിലോട്ട് പോയി, ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതി ചെന്നപ്പോഴത്തേക്ക് ഹൈക്കോടതി ഈ പറഞ്ഞ കസ്റ്റമർക്ക് 1 ലക്ഷം രൂപ കമ്പനി കൊടുക്കണമെന്ന് വിധിച്ചു. 1 ലക്ഷം രൂപ, അതായത് 4 ലക്ഷം രൂപ കിട്ടാനുണ്ട്. അപ്പോൾ ഇവർക്ക് ഏക ആശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ചെക്ക് പൊട്ടിയ കേസ് പോവുകയും ചെയ്തു, 1 ലക്ഷം രൂപ തിരിച്ച് കിട്ടി. അത് മാത്രമാണ് ആശ്വാസം. നഷ്ടം എന്നിട്ട് 3 ലക്ഷം രൂപ കസ്റ്റമർക്ക് തന്നെയാണ്. മറ്റൊരു കാര്യമുണ്ട്, ഈ കസ്റ്റമേഴ്സ്, ഈ ചേട്ടൻ ഒരു ഗവൺമെൻറ് സെർവൻ്റാണ്. ഇതിൽ കൂടുതലും പെടുന്നത് സ്ത്രീകളാണ്. ഇവർ സ്ത്രീകളാകുമ്പോൾ എന്ത് ചെയ്യും? മിക്കവാറും കൗണ്ടർ പെറ്റീഷൻ കൊടുക്കില്ല. പിന്നെ ഈ പൈസ എങ്ങനെയും കൊടുത്ത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. ചെക്കിൽ ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, ചെക്കിലാണ് ഇവർ പിടിക്കുന്നത്. ചെക്ക് നിങ്ങൾക്ക് വൻ പണി തരും. നിങ്ങൾക്ക് കൊട്ടേഷൻ തന്ന സാധനങ്ങൾ എടുക്കുന്നതിലുള്ള മാൽ പ്രാക്ടീസുകൾ, ദെൻ ലോക്കലായിട്ട് പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് ക്യാഷ് കൊടുക്കുക, നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കാൻ വരുന്ന പ്രശ്നങ്ങൾ, സമയത്തിന് തീർത്ത് തരില്ല എന്ന് പറയുന്ന കൺഫേം ആയിട്ടുള്ള കാര്യങ്ങൾ, ദെൻ അത് കഴിയുമ്പോഴത്തേക്കും എല്ലാ പണിയും നിങ്ങളുടെ കയർത്താമസം കഴിയുമ്പോൾ നിങ്ങളുടെ ചെക്ക് അവർ സബ്മിറ്റ് ചെയ്ത് ആ ചെക്ക് പൊട്ടിച്ച് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്നുള്ള സാധനങ്ങൾ. ഇതാണ് ഇതിൻ്റെ സ്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് കേരളത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്കാമാണ്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സ്കാമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരാൾക്കും മനസ്സിലാവാത്ത രീതിയിൽ, ഒരാൾക്കും പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവാത്ത രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ സ്കാം. ഇനി ഇതിനകത്തൊരു സബ്സിഡി ഉണ്ട്, അതാണ് രസം. നിങ്ങൾ 50 മാസം കൊണ്ട് അടച്ചു തീർക്കേണ്ട സാധനം നിങ്ങൾ 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ നിങ്ങൾക്ക് വേണ്ട സബ്സിഡി കിട്ടും. അത്രേ, അത് 20 25 ഒക്കെ പറയുന്നുണ്ട്. 50 മാസം കൊണ്ട് നിങ്ങൾ ഈ പകുതി മാസം പൂർത്തിയാക്കത്തില്ല, എന്നിട്ടല്ലേ ബാക്കി 50 മാസം കിടക്കുന്നേ. അങ്ങനെ ഒറ്റ ഒരു പ്രോജക്റ്റ് കാണിക്കാൻ പറയും. ഇവർ ഇന്നും ഇന്നലെ തുടങ്ങിയ കമ്പനി ഒന്നുമില്ല, ഇവർക്ക് നേരത്തെ ഫാം ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും എനിക്ക് ആ പേര് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതൊരു സ്കാമായിട്ടാണ്. ഇത് ആർക്കും സുഖിക്കേണ്ട, കേട്ടിട്ട് ആരും സുഖിക്കേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് പേര് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹൈ ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ അതൊന്നും ഇവിടെ ഇല്ല. ഇത് എന്നെ കാണുന്ന ആൾക്കാർക്ക് ഇന്ന കമ്പനിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്, ഇന്ന കണ്ടന്റ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട്. ഇതുമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയ്യട മോനെ നീ ഞങ്ങളുടെ വീട്ടിലും കയറി വന്നല്ലേ എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി, വേറെ ഒന്നും വേണ്ട. ഇത് നിങ്ങൾ ഇതിനെ അലർട്ടായി നിങ്ങൾ ഇതിൽ നിന്ന് എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് നല്ലത്. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല കേട്ടോ ഇതുകൊണ്ട്. സീരിയസ്ലി സർ, എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ഞാൻ ഇതിനകത്ത് ഒരു ഇൻഫ്ലുവൻസറാണ്. ഇതിനകത്ത് പല ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് ജയിച്ച് വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്ത് ഇതിനകത്തോട്ട് വരിക ചെയ്യുന്നത്. അവിടെ
ഞാനൊന്ന് റെസിസ്റ്റ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. വീട് വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്, ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ഒരാൾ അവൻ്റെ ചോര നീരാക്കി വിയർപ്പൊഴുക്കി കിട്ടുന്ന പൈസ സ്വരൂപിച്ച് വെച്ച് അതുപോലെ ലോൺ എടുത്ത് പല ആൾക്കാരുടെ ഇന്ന് കടം മേടിച്ച് ഒക്കെ വെക്കുന്നതാണ് ഒരു വീട്. സാമ്പത്തിക വിദഗ്ധന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറയുന്നത് വീടൊരു ഡെഡ് മണിയാണെന്ന്. പക്ഷേ കുറേ ഏറെക്കാലം വാടക വീട്ടിൽ താമസിച്ച ഒരാൾക്ക് മനസ്സിലാവും, ഒരു കൊച്ചു ഒറ്റമുറി വീട്ടിൽ താമസിച്ച ഒരാൾക്ക് മനസ്സിലാവും വീട് യഥാർത്ഥത്തിൽ ഇമോഷനാണോ അതോ ഡെഡ് മണിയാണോ എന്നത്. എനിക്ക് അതെല്ലാ കാലത്തും ഇമോഷനാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ പറയാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത്. നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കണ്ടന്റ് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ബിവെയർ, ശ്രദ്ധിക്കുക. ഇനിയും കാണാം ഇതുപോലുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളുമായിട്ട്. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.